എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷം കേട്ടോ. അപ്പൊ അത് കാണാത്തവര് ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് മറക്കാതെ കയറി കാണണേ. അങ്ങനെ നമ്മള് കാണാൻ പോകുന്നേ വർഷയുടെ വീട്ടിലേക്ക് വർഷനെ കല്യാണം കഴിക്കാൻ പോകുന്നേ അവൻ വരുവാണ്. അപ്പൊ അതൊക്കെ വർഷയുടെ ഒരു തന്ത്രം മാത്രമായിരുന്നു. കാരണം അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാൽ മാത്രമേ തനിക്ക് ശ്രീകാന്തിന് ഒന്നായി തീരാൻ പറ്റുള്ളൂന്ന് വർഷയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ചില നാടകങ്ങളൊക്കെ കളിക്കാനുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് അവനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അവൻ അങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ വർഷ പെട്ടെന്ന് ഒന്നും അറിയത്തില്ലാതെ മണി ഇരിക്കുകയാണ്. ഈ സമയം വർഷയുടെ അമ്മയച്ഛനും പറയും, ആഹാ മോനോ കയറി വരാൻ പറയണം. അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. പിന്നീട് പറഞ്ഞു, ഇതേ വർഷം മോളെ ആരാന്ന് നോക്കാൻ പറയണം. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര്. പിന്നീട് വർഷയെ അങ്ങനെ സന്തോഷം അങ്ങോട്ട് അഭിനയിക്കുകയാണ്. അതിനുശേഷം അവൻ പറഞ്ഞതേ, എന്റെ കയ്യില് ഞാൻ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ കയ്യിൽ അതുണ്ടെന്ന് പറയണം. ആഹാ കാണട്ടെ എന്ത് ഗിഫ്റ്റാന്ന് മസൂദിന് ചോദിക്കുക. ദേ അങ്കിളെ, അതെ വർഷയ്ക്കുള്ള ഒരു റിങ്ങാന്ന് പറയണം. ആ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് മഹിമ അത് വാങ്ങിച്ച് നോക്കുകയാണ്. മഹിമയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല സെലക്ഷൻ മോൻ്റെ എന്ന് പറയണം. താങ്ക് യു ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വർഷയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, അല്ല വർഷയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ നോക്കാൻ പറയണം. വർഷം നോക്കി. വർഷയ്ക്ക് പിടിച്ചൊരു ഏറ് കൊടുക്കാനാ തോന്നിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ, അഭിനയിച്ചല്ലേ മതിയാകുള്ളൂ. വർഷ നന്നായിട്ട് അങ്ങോട്ട് അഭിനയിച്ചു. സൂപ്പർ ആയിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. പിന്നീട് വർഷ തന്റെ വിരൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇട്ടോളാൻ പറഞ്ഞിട്ട് അങ്ങനെ വർഷയുടെ വിരലിലേക്ക് ആ മോതിരം ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കണ്ട് അങ്ങനെ കണ്ണ് നിറഞ്ഞ് നിൽക്കുകയാണ് മഹിമേ മധുസൂദനും കൂടെ. അവർക്ക് സന്തോഷമായി. ഇന്നലെ വരെ എതിർത്തിരുന്ന വർഷയാ, പക്ഷെ പെട്ടെന്നൊരു മാറ്റം ഉള്ളുണ്ടായിരിക്കുന്നത്. ശ്രീകാന്തുമായിട്ട് ബ്രേക്കപ്പ് ആയി, ഇനി അവനുമായിട്ട് ഒത്തുപോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വർഷയുടെ നാടകം കളിച്ചത്. അപ്പൊ അത് അവർ വിശ്വസിക്കുകയും ചെയ്തു. പിന്നീട് വർഷയോടും അയ്മനോടുമായിട്ട് മസൂദൻ പറഞ്ഞതേ, നാളെ ഇപ്പൊ ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ കിട്ടും. എല്ലാം നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അതന്നെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കാന്ന് പറയണം. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല ചാ, എന്ത് വേണം ചെയ്യാം. ഇനി നാളെയല്ലേ, പിന്നെ നാളെ തിരക്കുള്ളൊരു ദിവസമാന്ന് പറയണം. നാളെ തിരക്കോ എന്താ? അല്ല വർഷയുടെ ഒപ്പം എന്നോട് മാരേജിനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. വർഷയുടെ ഫ്രണ്ടിനെ കഴിഞ്ഞ ദിവസം അവിടെ ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഓ അങ്ങനെ. മഹിമ പെട്ടെന്ന് പറഞ്ഞു, അന്ന് ഞങ്ങളും കൂടെ വരട്ടെ. അവൻ ആലോചിച്ചു, ഓ അത് ശരിയാത്തില്ല എന്ന് പറയണം. അതെന്താ? അല്ല ഞങ്ങൾ രണ്ടുപേരും തന്നെയാകുമ്പോഴേ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവല്ലോ. ഇപ്പൊ നിങ്ങളും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കോ. ഓ അത് ഞാൻ നിങ്ങൾ മറന്നെന്ന് പറയണം. ശരി ശരി, അന്ന് നിങ്ങൾ രണ്ടും നാളെ പോയിട്ട് വരാൻ പറയണം. വർഷയ്ക്ക് അപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത്. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നീട് അവനങ്ങോട്ട് പോവാണ്. പക്ഷെ സന്തോഷത്തോടു കൂടി മുറിയിലേക്ക് കയറി പോവാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മഹിമ പറഞ്ഞു, എത്ര പെട്ടെന്ന് അവൾക്ക് മാറ്റം ഉണ്ടായതല്ലേന്ന് ചോദിക്കുക. അതെ അതെ, അവനുമായിട്ട് ബ്രേക്കപ്പ് ആയത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന് കരുതി ഞാൻ ഇരിക്കുമായിരുന്നു. കൃത്യസമയത്ത് തന്നെ അവനെന്താളും കാലി വാരി എന്ന് പറയാം. പിന്നീട് ആകെപ്പാട് ടെൻഷനില്ല ശ്രീകാന്ത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രീകാന്ത് നേരെ രേവതിനെ വിളിച്ചോണ്ട് ടെറസിന്റെ മുകളിലേക്ക് പോവാണ്. എന്താ ശ്രീ, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എന്തോ കാര്യമായിട്ട് പറയാനുണ്ടല്ലോ. അല്ല അത് പിന്നെ കാര്യം പറ. അതേട്ടത്തി, എന്റെ വർഷയുടെ കാര്യം എന്ന് പറയണ. അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം? എന്ത് കാര്യം? അല്ല ഏട്ടത്തിക്ക് അറിയാലോ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണ്. അതറിയാം, പക്ഷേങ്കിൽ അത് അച്ഛനും പറഞ്ഞു സച്ചേട്ടനും പറഞ്ഞില്ലേ ആ ഇഷ്ടം വേണ്ടാന്ന്. അവിടെ വെച്ച് എന്നെ നിർത്തിയേക്കാൻ പറഞ്ഞല്ലേ. എന്നിട്ട് വീണ്ടും ഇപ്പം അതുണ്ടോന്ന് ചോദിക്കുക. അല്ല അങ്ങനെ ചോദിച്ചാ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ അവളോട് പറഞ്ഞിട്ടാ അവൾ അതനുസരിക്കുന്നില്ല. വർഷ അവൾക്ക് ഞാനില്ലാതൊരു ജീവിതം ഇല്ലെന്നാ പറയണേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഏട്ടത്തി? ഒരു കാര്യം ചെയ്യാം ഏട്ടത്തി, അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നാളെ രാവിലെ അവള് ക്ഷേത്രത്തിൽ വരും. അപ്പൊ അവിടെ വന്ന് കഴിയുമ്പം ഏട്ടത്തി അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറയാം. അല്ല ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുമോ? ഏട്ടത്തി പറഞ്ഞു ഉറപ്പായിട്ടും അനുസരിക്കും. അല്ല ശ്രീകാന്തിന് പറഞ്ഞു നോക്കാൻ വരായിരുന്നോ? ഒന്നാമത്തെ കാര്യം അവരുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല. പിന്നെ ഇവിടുത്തെ കാര്യം അറിയാലോ, അച്ഛനോ സച്ചേണോ ആർക്കും ഇഷ്ടമില്ല. അവരിത് മുൻകൂർ പറഞ്ഞ കാര്യങ്ങളാ. അല്ലെങ്കിലും നീ നല്ലവനാന്ന് എനിക്കറിയാം ശ്രീകാന്തെ. അച്ഛനും സച്ചേണനും ഒക്കെ പറയുന്നതിനപ്പുറം നീ വേറൊരു തീരുമാനം എടുക്കുമായിരുന്നു എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ് താനും. ഇനിയിപ്പം ഞാൻ വന്ന് പറയുകയാണെങ്കിൽ ഞാൻ നാളെ വന്ന് പറയാം. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാം. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഏടത്തി ഒന്ന് വന്ന് പറഞ്ഞാൽ മതി. അത് നാളെ ഒരു ക്ഷേത്രത്തിൽ വരും. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് അങ്ങോട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. അങ്ങനെ സമാധാനത്തിൽ കൂടിയിട്ട് ശ്രീകാന്ത് പോവാ. ശ്രീകാന്തിന് മനസ്സിൽ എന്തായാലും ടെൻഷനുണ്ട്. നാളെ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നുള്ള ടെൻഷൻ. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് പോവാനായിട്ട് റെഡിയാവുകയാണ്. പെട്ടെന്ന് നേരത്തെ റെഡിയായി. പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചന്ദ്രമതി ചോദിച്ചു, ഇതെന്താടാ നീ എന്താ ഇത്ര നേരത്തെ പോകാനായിട്ട് തുടങ്ങുന്നേ?
അല്ലമ്മേ അതിനെക്കിച്ച് നേരത്തെ പോണം. അല്ല കാര്യം എന്താ? കുറച്ച് ജോലി ഇന്ന് കൂടുതലുണ്ടെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അവനവന്റെ ജോലി നോക്കട്ടെ, നീ എന്തിനാ? അല്ല അവൻ ഫുഡ് പോലും കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ പോരെ. അതൊക്കെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചോളാം, കുഴപ്പമില്ലെന്ന് പറയാം. അല്ല അല്ലച്ചാ എന്റെ ബൈക്കിന് കീ ഉണ്ടോന്ന് ചോദിക്കും. അത് അവിടെ ഇരിപ്പുണ്ട്, നീ ഒന്ന് നോക്കാൻ പറയണം. അപ്പോഴേക്കും രേവതിയും കൂടെ ഒരുങ്ങി വന്നു. അല്ല നീ ഇതെങ്ങോട്ടാ പോണേ? അല്ലമ്മ എനിക്ക് ക്ഷേത്രത്തിൽ വരെ പോകാനുണ്ട്. നീ ക്ഷേത്രത്തിൽ പോവാണോ? നിനക്കെന്താ? അല്ല പണിയൊക്കെ തീർന്ന് വീട്ടിലെ, അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് പോകാന്ന് വിചാരിച്ചു. കുറച്ചു ദിവസം അല്ലേ പോയിട്ട്. ഓ അതും കൂടെ അങ്ങോട്ട് പോന്നേ. ഇതും പറഞ്ഞൊരു ചന്ദ്രമതി അങ്ങ് കളിയാക്കുന്നുണ്ട് രേവതിനെ. പക്ഷെ രേവതി അതൊന്നും മൈൻഡാക്കിയില്ല. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്തിനാ? അവള് ക്ഷേത്രത്തിൽ പോയിട്ട് വരട്ടെ, നീ എന്തിനാ അവളെ തടയണേന്ന് ചോദിക്കുക. ഈ സമയം ബൈക്കിന്റെ കീ എടുക്കാൻ പോയ ശ്രീകാന്തിന്റെ തല മുട്ടുവാണ്. പെട്ടെന്ന് രവീന്ദ്രൻ തല തിരുമ്മി കൊടുത്തിട്ട് ചോദിച്ചു, സൂക്ഷിച്ച് നടക്കണ്ടേ മോനെ, നീ ഇത് എവിടെ നോക്കിയത് നടക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ആ ബൈക്കിന്റെ കീ തപ്പിയെടുത്ത് അങ്ങോട്ട് കൊടുക്കുവാണ്. ശ്രീകാന്തിനാണ് വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ തോന്നി. പാവം തന്റെ അച്ഛൻ. എന്ത് ചെയ്യാനാ, താൻ അത്രയും വലിയൊരു ചതിയെ ചെയ്യാൻ പോന്നെ, പക്ഷെ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? കീ എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു, ബാ എടുത്ത് നമുക്ക് പോവാന്ന് പറയണേ. ചന്ദ്രമതി ചോദിച്ചു, അല്ല ഇവളെയും കൂട്ടിക്കൊണ്ട് എങ്ങോട്ടാ നീ പോണേ? നീ ആ റെസ്റ്റോറൻറ്റിലേക്കല്ലേ പോന്നേ, ഇവള് ക്ഷേത്രത്തിലേക്കും അല്ലേ, പിന്നെന്താ? അല്ല പോകുന്ന വഴിക്കല്ലേ ക്ഷേത്രം, ഏടത്തിനെ അവിടെ ഇറക്കി വിടാന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാര്യമൊന്നുമില്ല, അവള് വേണേൽ നടന്നു പോയിക്കോളൂന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, അതെന്തിനാ നടന്നു പോന്നേ? ശ്രീകാന്ത് അവിടെ ഇറക്കി വിട്ട നിർത്തഎന്താ? ആകാശം ഒടിഞ്ഞു വീഴുവോ? ദേ നീ ശ്രീകാന്തിന്റെ ബൈക്കിന് പുറകെ പോയാൽ മതി. ദേ അവൻ നിന്നെ അവിടെ ഇറക്കി വിട്ടോളും മോളെ എന്ന് പറയണം. ശരി അച്ഛാന്നും പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. രേവതിയുടെ ചങ്കിനോട് തീയുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിനെ പോന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് ഓർത്തുണ്ട്. ഈ സമയം വർഷയുടെ വീട്ടിലേക്ക് വീണ്ടും അവൻ വരുവാണ്. വർഷനെ വിവാഹം കഴിക്കാൻ പോകുന്നവന് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വർഷ ഇറങ്ങി വരുവാണ്. എന്നാ ശരി പോയേക്കാന്ന് പറഞ്ഞു വരുവാണ്. മഹിമയും മസൂദനും അത്ഭുതത്തോടെ കൂടിയാണ് നോക്കുന്നത്. സാധാരണഗതിയിൽ എവിടെയെങ്കിലും പോണെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ ഇറങ്ങാൻ പറയുവാണെങ്കിൽ 12 മണിയാകുമ്പോൾ ഇറങ്ങുന്ന വർഷ ഇത് നേരത്തെ ഇറങ്ങിയേക്കുന്നു. ആഹാ ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതെന്താ നീ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട്? അല്ലാതെ പിന്നെ അവിടെ കല്യാണമല്ലേ നടക്കുന്നേ, മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്തണ്ടേ, അവള് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. ഇത് കേട്ടപ്പം അവൻ പറഞ്ഞു, അത് ശരിയാച്ചാ, നമ്മൾ നേരത്തെ ചെല്ലണം, നമുക്ക് പഞ്ച്വാലിറ്റി മുഖ്യമല്ലേ, അതല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. എന്നാ ശരി രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറയണേ. അങ്ങനെ രണ്ടുപേരും കൂടെ കാറ് കയറി കൂടെ പോവാ. ആ പോക്ക് കണ്ടും മഹിമയ്ക്ക് മസൂദിന് സന്തോഷമായി. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇനിയിപ്പോൾ അവളുടെ കല്യാണം വരാൻ പോന്നെ, അവളുടെ ഫ്രണ്ട്സും ഇങ്ങനെ വരും കല്യാണം കൂടാനൊക്കെ. അങ്ങനെ അവർ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. കാറിൽ പോകുന്ന സമയത്ത് വർഷയ്ക്ക് വല്ലാത്ത ടെൻഷനാ. വർഷ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക ശ്രീകാന്തിന്, ഞങ്ങളോടൊന്ന് പുറപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന അവൻ ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്തിനാ ഇപ്പം ഫോണിൽ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്, മെസ്സേജ് അയച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കേണ്ട കാര്യമുണ്ടോ? അല്ല അവര് മാരേജിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് ഞാൻ അയച്ചാന്ന് പറയാ. ഓ അങ്ങനെ, അതെ ഇനി അതൊന്നും വേണ്ട കേട്ടോ. ദേ നിന്നോടൊപ്പം സംസാരിക്കാൻ ഞാൻ അടുത്തിരിപ്പുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഫോണിനകത്ത് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്? വാ എന്നോട് സംസാരിക്കാൻ പറയണം. അല്ല ഇപ്പം ഞാൻ പ്രത്യേകിച്ച് എന്താ നിങ്ങളോട് സംസാരിക്കാൻ? ഒന്നുമില്ലേ, എനിക്ക് എന്തുമാത്രം വിഷയങ്ങളുണ്ട് സംസാരിക്കാനായിട്ട്. ദേ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കല്യാണോ, അപ്പൊ 100 കാര്യങ്ങൾ സംസാരിക്കാണ്ട്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കേ? ഇതാണ് നിന്നെ കാണാൻ നല്ല സൂപ്പറാ, ഹെയർ സ്റ്റൈലും എന്തുകൊണ്ടും പൊളി, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ സെലക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വർഷയ്ക്ക് ആ പാടെ ഒരു ബുദ്ധിമുട്ട് തോന്നി. എങ്ങനെയെങ്കിലും ക്ഷേത്രത്തിൽ എത്തിയാൽ മതിയായിരുന്നു, ഇവന്റെ തള്ളു കേൾക്കണ്ടല്ലോ. അങ്ങനെ ഓർത്ത് പോവാ. പിന്നീട് അവൻ പറഞ്ഞു, അതെ എനിക്ക് ആദ്യമൊക്കെ നിന്നെ അത്ര കണ്ടിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ നിന്നെ കാണുമ്പോൾ തന്നെ ഒരേ പൊളിയാ, എന്ത് ഭംഗിയാന്നറിയാം നിന്നെ കാണാനായിട്ട്. ചിലപ്പം ഇതുകൊണ്ടായിരിക്കും ഇത്ര നാളെ കല്യാണം പോലും ഞാൻ വേണ്ടാന്ന് വെച്ചെന്ന് പറയാം. ഇത് കേട്ടതൊന്ന് ചിരിച്ചെന്ന് വരുത്തി വർഷ. ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തേലും സംശയം അവന് തോന്നിയിട്ടുണ്ട്, അതോടുകൂടി തീർന്നില്ലേ. പിന്നീട് അവർ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയം സച്ചി ഓട്ടം പോവാ, ലോങ് ഓട്ടമാണല്ലോ. അങ്ങനെ സച്ചി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പോണ സമയത്ത് പെട്ടെന്ന് ഒരു ബൈക്ക് ഇങ്ങോട്ട് വന്നു. സച്ചിയുടെ വണ്ടി അങ്ങോട്ട് ഇടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് നിന്ന് കസ്റ്റമർ ചോദിച്ചു, അല്ല ഇതെന്താ പറ്റി, നിങ്ങളെന്താ നോക്കിയല്ലേ വണ്ടി ഓടിക്കുന്നത്, പെട്ടെന്ന് എന്താ ഇങ്ങനെ ബ്രേക്ക് ഒക്കെ ഇടുന്നതെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ പെട്ടെന്നൊരു വണ്ടി എതിരെ വന്നപ്പോൾ ബ്രേക്ക് ഇട്ടാന്ന് പറയാം. ഓ അതിനി ഞാൻ നോക്കിക്കോളാന്ന് പറയണ. സച്ചിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. രാവിലെ ഇറങ്ങിയപ്പോ തൊട്ടിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, ഇന്നത്തെ ശകുനം ശരിയല്ലാന്ന് തോന്നേ. അങ്ങനെയൊക്കെ കുറച്ച് സച്ചി അങ്ങോട്ട് പോവാണ്. പിന്നീട് വർഷനെ കല്യാണം കഴിക്കാൻ പോകുന്ന അവനും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അപ്പൊ ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക ദേവു. കാരണം ദേവുവിന്റെ അടുത്ത് തിരുമേനി വന്നിട്ട് ചോദിച്ചു, അതെ മുഹൂർത്തത്തിന് കുറച്ച് സമയം ബാക്കിയുള്ളൂ, അവര് പെട്ടെന്ന് വരുമല്ലോ അല്ലേന്ന് ചോദിക്കുക. അതെ പെട്ടെന്ന് വരും തിരുമേനി പൊക്കോ, കുറച്ച് കഴിയുമ്പത്തേനും എത്തുമെന്ന് പറയാം. പിന്നീട് ദേവു അവർക്കുള്ള പൂമാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അണിയാനുള്ള. അപ്പത്തേനുമാണ് വർഷ അവനും കൂടെ വരുന്നത്.
അപ്പൊ ദേവു അങ്ങോട്ട് അടുത്തേക്ക് പോയില്ല. അവളുടെ കൂടെയുള്ള ആരാന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പത്തിന് ചോദിച്ചു, അല്ല ഇവിടെയൊന്നും ആരും കാണുന്നില്ല, കല്യാണമെന്ന് പറഞ്ഞിട്ട് വലിയ കല്യാണമൊന്നും അല്ലേന്ന് വർഷയോട് ചോദിക്കുക. ഇത് കേട്ടോ വർഷ പറഞ്ഞു, അല്ല അത് പിന്നെ ആൾക്കാരൊക്കെ വരുന്നല്ലേ ഉള്ളൂ, അത് മാത്രല്ല ക്ഷേത്രത്തിൽ ചെറിയ ചടങ്ങല്ലേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞൊരു ഫംഗ്ഷൻ അല്ലേ നടക്കുന്നേ, അപ്പൊ അല്ലേ കുറെ ആൾക്കാർ വരുവുള്ളൂ എന്ന് പറയാം. പിന്നെ വർഷം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പറഞ്ഞു, അയ്യോ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താ? അതെ, ഗിഫ്റ്റ് മേടിക്കാൻ മറന്നുപോയി എന്ന് പറയാം. അതാണ് കാര്യം. ഒരു കാര്യം ചെയ്യേ, പൈസയായിട്ട് കൊടുത്താൽ മതി എന്ന് പറയാം. പൈസയായിട്ട് കൊടുത്താൽ ശരിയാകത്തില്ല, എന്തേലും ഗിഫ്റ്റ് മേടിക്കണം. അന്നൊരു കാര്യം ചെയ്യേ, വർഷം നീയും കൂടെ വരാൻ പറയണം. അത് വേണ്ട, ഞാൻ വന്നാൽ ശരിയാകത്തില്ല, എന്നെ അല്ലെങ്കിൽ തന്നെ അവൾ നേരത്തെ വരണം വരണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്ന, ഇപ്പോഴെങ്കിലും ചെന്നില്ലേ മോശമല്ലേ. ഒരു കാര്യം ചെയ്യ്, നീ പോയി വാങ്ങിച്ചോണ്ട് വാ, ഞാനിവിടെ കണ്ടേക്കാന്ന് പറയാം. അങ്ങനെ ഒരു വിധത്തിൽ അവനെ പറഞ്ഞുകൊണ്ട് വിടുവാണ്. അപ്പോഴാണ് വർഷയ്ക്ക് സമാധാനമായത്. പിന്നീട് വർഷം നേരെ ദേവുവിന്റെ അരിയിലേക്ക് വരിക. ദേവിനോട് വന്നിട്ട് ചോദിച്ചു, എന്താ എന്താ ഈ കാര്യങ്ങളൊക്കെ? ശ്രീകാന്ത് ഒന്നെന്ന് ചോദിക്കേ. ഇതുവരെയായിട്ടും വന്നിട്ടില്ല, അകത്ത് തിരുമേനി ചോദിച്ചോണ്ടിരിക്കുക നിങ്ങള് എപ്പോഴാ എത്തുന്നതെന്ന്. വാ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അവളെയും കൂട്ടി അകത്തേക്ക് ഇങ്ങോട്ട് ചെല്ലുവാണ്. വർഷയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവര് സാരിയൊക്കെ വാങ്ങിച്ചോണ്ടാ വന്നേ. സാരിയൊക്കെ ഇതൊക്കെ പെട്ടെന്ന് പോയി മാറാൻ പറയുവാണ് ദേവു. അതാ ഡ്രസ്സിംഗ് റൂം അപ്പുറമുണ്ടെന്ന് പറഞ്ഞ് ദേവും കൂടെ അവളെ അങ്ങോട്ട് കൊണ്ടുപോവാണ് കാണിച്ചു കൊടുക്കാനായിട്ട്. പക്ഷിയുടെ ചങ്കിനകത്തൊരു തീയുണ്ട്, അതുപോലെ തന്നെ ദേവുവിന് നെഞ്ചിനകത്തൊരു ഇടിപ്പൊക്കെ ഉണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. പിന്നീടാണ് അങ്ങോട്ട് ശ്രീകാന്തും രേവതിയും കൂടെ വരുന്നേ. വന്നു കഴിഞ്ഞപ്പോൾ അവിടെയെങ്കിലും വർഷേനെ കണ്ടില്ല. അല്ല ശ്രീകാന്ത് പറഞ്ഞ് ഇവിടെ വർഷം നോക്കി നിൽക്കുമെന്നല്ല പറഞ്ഞ, ഇത് കണ്ടില്ലോ എന്ന് പറയണം. അതേട്ടത്തി ഒരു പ്രശ്നമുണ്ട്, അവിടെ ചിലപ്പോൾ ക്ഷേത്രത്തിനകത്ത് കാണുമായിരിക്കും. ഏട്ടത്തി ഉണ്ടെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങോട്ട് വരാൻ ചിലപ്പോൾ കൂട്ടാക്കിന്ന് വരത്തില്ല. ഇപ്പം ഞാൻ മാത്രം ഉള്ളെന്നാ പറഞ്ഞേ. ഞാൻ ക്ഷേത്രത്തിനകത്ത് ചെന്നിട്ട് അവളെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വരാം. അന്നിട്ട് ചേച്ചി ഏട്ടത്തി അവളോട് സംസാരിച്ചാൽ മതി എന്ന് പറയാം. അത് ശരി, അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, അതൊന്നും കുഴപ്പമില്ല, എന്നാ നീ പോയിട്ട് വാ ശ്രീ എന്ന് പറഞ്ഞിട്ട് നേരെ കടയിലേക്ക് കയറി ചെല്ലുവാണ് രേവതി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ദേവു ഇല്ലായിരുന്നു. ദേവു അകത്തേക്ക് പോയായിരുന്നല്ലോ. അപ്പോൾ ഒരു കസ്റ്റമർ അങ്ങോട്ട് വന്നു. ആഹാ രേവതി മോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിൽക്കുക? സുഖമാന്ന് പറയണം. അല്ല ദേവു ഇവിടെ ഉണ്ടായിരുന്നില്ല, അവളെവിടെ പോയി? അല്ല ഇത്ര സമയം ഇവിടെ പൂമാല ഇട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ കല്യാണം ഉണ്ടെന്ന് തോന്നേ. കല്യാണത്തിന് വല്ല ഓർഡറും വന്ന് കാണുമായിരിക്കും, അതായിരിക്കും അവള് അത് കൊടുക്കാൻ പോയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ രേവതി ഇന്ന് പൂമാല കെട്ടാനായിട്ട് തുടങ്ങി. രേവതിയുടെ വിചാരം എന്താ, ദേവു ഇപ്പൊ തന്നെ വരുമെന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ ഈ സമയം ദേവു ഫ്രണ്ട്സും എല്ലാവരും അകത്തായിരുന്നു. അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുന്നത്. ശ്രീകാന്ത് എന്നപ്പത്തിന് ഫ്രണ്ട്സ് ഒന്ന് ഷർട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാടാ പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറയണം. അങ്ങനെ ശ്രീകാന്തും ഡ്രസ്സ് മാറ്റാൻ പോവാ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ശ്രീകാന്തും വർഷയും അങ്ങോട്ട് വന്നു. രണ്ടുപേർക്കും പരസ്പരം കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാ. ഉള്ളിലൊരു വീർപ്പുമുട്ടലുണ്ട്, പക്ഷെ ഒരു സ്വപ്ന സാക്ഷാത്കാരാ നടക്കാനായിട്ട് പോണേ. അങ്ങനെ വർഷ ശ്രീകാന്തിനെ പിടിച്ച് കയ്യെ പിടിച്ചങ്ങ് മാറ്റി നിർത്തുവാണ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും എനിക്കെന്തോ ഒരു വിറയലൊക്കെ ഉണ്ട്. എന്നാലും ശ്രീകാന്ത് എൻ്റെ സ്വന്തം ആകാൻ പോകാനുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്ന് അറിയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇവിടെ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് നല്ല പേടിയാ എൻ്റെ അച്ഛനും അമ്മേനെ കുറിച്ചൊക്കെ ഓർത്തിട്ട്, അവരൊക്കെ ഇത് അറിഞ്ഞുമ്പോൾ എങ്ങനെ ആയിത്തീരുമെന്ന്. ഓഹോ അപ്പൊ എനിക്ക് പിന്നെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കുക. അതല്ല വർഷം ഞാൻ ഓർത്തെ, ഇനി കൂടുതലൊന്നും പറയണ്ട, വരാൻ പറയാണ്. അങ്ങനെ അവര് താലി കെട്ടാനായിട്ട് അങ്ങോട്ട് പോയി നിൽക്കുവാണ്. ഈ സമയത്ത് തിരുമേനി മാലയെല്ലാം കൊടുത്തു. മാലയെല്ലാം മാറ്റാൻ പറയണം. മാലയൊക്കെ മാറ്റി നോക്കിയുണ്ട്. പിന്നെ താലി കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് പുറത്ത് നിന്നിരുന്ന രേവതിക്കാണെങ്കിൽ കുറെ സമയമായിട്ട് ശ്രീകാന്ത് അകത്തേക്ക് പോയിട്ട് കണ്ടില്ല. ഇതെവിടെ പോയതായിരിക്കും ശ്രീകാന്ത്? ഇത്ര സമയം വേണം വർഷയായിട്ട് സംസാരിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഒന്ന് നോക്കിയിട്ട് വരാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ രേവതി നേരെ അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്താണ് പൂജാരി താലിമാല പൂയിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത്. കെട്ടാൻ പറഞ്ഞ് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുക. അപ്പൊ രേവതി അങ്ങോട്ട് കയറി വരുന്ന ഒരുമിച്ചായിരുന്നു. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. കല്യാണം നടക്കുമോ മുടങ്ങുമോ എന്നൊക്കെ അറിയാനായിട്ട് നാളെ ഉച്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉച്ചയ്ക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.